കാറിൽ കുടുങ്ങിയ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വാർത്ത ആന്ധ്രയിലെ വിജയ നഗരയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിൽ 2 പേർ സഹോദരങ്ങളാണ്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ സമീപത്തെ കെട്ടിടത്തിലുണ്ടായിരുന്ന കാറിലാണ് ഈ കുട്ടികൾ കുടുങ്ങിയത് എന്നാണ് ഇപ്പോൾ മുഹമ്മദ് റഹീസ് അറിയിക്കുന്നത്. 4 കുട്ടികൾ മരിച്ചു ആന്ധ്രയിലെ വിജയ നഗരത്തിൽ. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ മുഹമ്മദ് റഹീസ്? അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ആന്ധ്രയിലെ വിജയനഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ 4 കുട്ടികൾ മരിച്ചിരിക്കുന്നത്. അതിദാരുണമായ സംഭവം. അതായത് ഇന്നലെ ഉച്ചയോടുകൂടി ഈ കുട്ടികൾ 4 പേരാണ്. ഇവർ 8 വയസ്സുള്ള 2 പേരും ഒപ്പം തന്നെ 6 വയസ്സുള്ള 2 പേരും 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ്. അപ്പോൾ ഇവർ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഇവരുടെ മാതാപിതാക്കളൊക്കെ തന്നെയും വീട്ടിനകത്തായിരുന്നു. ഈ തൊട്ടടുത്തുള്ള ഒരു കെട്ടിടത്തിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിലേക്ക് ഈ കുട്ടികൾ കയറുകയായിരുന്നു. ഈ കാറിന്റെ ഡോറുകൾ ഓപ്പൺ ആയിരുന്നു. അങ്ങനെ അതിനകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറിയതിനു ശേഷം ഈ കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത തരത്തിൽ കാറിന്റെ ഡോറ് ലോക്ക് ആവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ അത്തരത്തിൽ ഇവർ ഏറെ നേരം ഈ കാറിൽ കുടുങ്ങിപ്പോയി. കാറിൽ അകത്തായതിനാൽ തന്നെ നിലവിളിച്ചിട്ട് തന്നെ പുറത്തേക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇത്തരത്തിൽ മാതാപിതാക്കളൊക്കെയും പിന്നെ കുട്ടികളെ ദീർഘനേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് തിരക്കി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ അവർ കുറെ നേരം തിരക്കിയതിനു ശേഷമാണ് ഇവർ ഈ കാറിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. കാർ തുറന്നു നോക്കുമ്പോഴേക്കും ഈ 4 പേരും ബോധരഹിതരായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. 8 വയസ്സുള്ള ഉദയ്, ഒപ്പം തന്നെ 8 വയസ്സുള്ള ചാരുമതി, 6 വയസ്സുകാരികളായ ചരിഷ്മ, മാനസ്വി എന്നിവരാണ് മരിച്ചത്. ഇതിൽ ചാരുമതിയും ചരിഷ്മയും സഹോദരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഈ ചാരുമതിയുടെ വീട്ടിലാണ്, ആ വീട്ടിന് മുറ്റത്തായിരുന്നു ഇവർ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ അടുത്തുള്ള ഈ ഒരു കെട്ടിടത്തിലെ കാറിലേക്ക് ഇവർ കയറുന്നത്. അതിനുശേഷം ഈ കുട്ടികൾക്ക് തിരിച്ച് ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇവർ ശ്വാസം മുട്ടി മരിച്ചത് എന്ന് നിലവിൽ പോലീസ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നടത്തിയെങ്കിലും അവിടേക്ക് എത്തിക്കുമ്പോൾ തന്നെ ഇവർ മരിച്ചിരുന്നു എന്നുള്ള വിവരം ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 4 കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഈ വിജയനഗരത്തിലെ ദ്വാരക്കുടി വില്ലേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ മാസവും സമാനമായ ഒരു സംഭവം ഈ ആന്ധ്രയിൽ ഉണ്ടായിരുന്നു. അന്ന് 3 കുട്ടികളാണ് ഇത്തരത്തിൽ വീട്ടിൽ കുടുങ്ങി, ഈ കാറിൽ കുടുങ്ങി ഇവർ മരിച്ചത്. അങ്ങനെ 4 കുട്ടികൾക്ക് കൂടി സമാനമായ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. എന്തായാലും അതിദാരുണമായ സംഭവമാണ്. 4 കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. ഉന്മേഷ്. മുഹമ്മദ് റയീസ്, എങ്ങനെ ഈ കാറിൽ കുട്ടികൾ കുടുങ്ങിപ്പോയി? പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ടാകുമല്ലോ. എന്തുകൊണ്ട് ഇത് പിന്നീട് ഈ ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല? അങ്ങനെ സാങ്കേതിക പ്രശ്നമാണോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ ഈ സംഭവത്തിൽ? ഉന്മേഷ്, ഈ ഒരു സ്വകാര്യ ഓഫീസിലാണ് ഈ കാർ പാർക്ക് ചെയ്തിരുന്നത്. ആ കാറിലേക്കാണ് ഈ കുട്ടികൾ രാവിലെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഒരു കാറിന്റെ അടുത്തേക്ക് പോകുന്നു. ശേഷം ഇത് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. പക്ഷെ ഈ കുട്ടികൾ കയറിയതിനു ശേഷം കാർ ലോക്കായിരുന്നു. ഈ കാർ എങ്ങനെയാണ് ലോക്കായത് എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിച്ചു വരുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കാറിന്റെ ഉടമ സമീപത്തുണ്ടായിരുന്നില്ല എന്നുകൂടി ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറിന്റെ ഉടമ ഈ കാറ് ഏതെങ്കിലും തരത്തിൽ അറിയാതെ ലോക്ക് ചെയ്തതാണ് എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പോലീസിനില്ല. മറിച്ച് കുട്ടികൾ അകത്ത് കയറിയതിനു ശേഷമാണ് കാർ ലോക്ക് ചെയ്തത് എന്ന വിവരം പോലീസ് നൽകുന്നുമുണ്ട്. അങ്ങനെ അത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. വൈകിട്ട് ഈ കുട്ടികൾ കാറിനുള്ളിൽ കയറിയിട്ട് ഉടൻ തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ശേഷം ഈ മാതാപിതാക്കൾ ഏറെ നേരം തിരക്കി നടന്നതിനു ശേഷമാണ് ഇവർ ഈ കാറിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നത്. കാരണം അടുത്തടുത്ത് കുറെ വീടുകളുണ്ട്. ആ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാകുമെന്നാണ് ഇവരൊക്കെയും കരുതിയത്. ഈ 2 കുട്ടികളുടെയും, അതായത് ഈ ചാരുമതിയും ചരിഷ്മയും സഹോദരങ്ങളാണ്. മറ്റ് 2 കുട്ടികളുടെ കൂടി മാതാപിതാക്കൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ അകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടികൾ സ്ഥിരമായി ഈ ഒരു പുറത്തിരുന്ന് കളിക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെയാണ് ഇവർ പുറത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഏറെ നേരമായിട്ടും ഇവരെ പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് ഇവരിൽ ഒരാൾ, ഈ മാതാപിതാക്കളിൽ ഒരാൾ പുറത്തേക്ക് വന്ന് ഈ കുട്ടികളെ അന്വേഷിച്ചു. അപ്പോഴാണ് ഇവർ അടുത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. അങ്ങനെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെയും തിരഞ്ഞെങ്കിലും ഇവരെ കാണാതെ വന്നതോടുകൂടിയാണ് പിന്നീട് എല്ലാവരും ചേർന്ന് വലിയൊരു തെരച്ചിൽ നടത്തിയത്. അങ്ങനെ ആ തെരച്ചിലിനൊടുവിലാണ് ഈ കുട്ടികൾ കാറിലുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അകത്തേക്ക് കയറുമ്പോൾ ഇവരെല്ലാം ബോധരഹിതരായിരുന്നു. ശേഷം ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റി. പക്ഷേ കുറെ നേരം ഈ കാറിൽ ശ്വാസം കിട്ടാതെ ആ കുഞ്ഞുങ്ങൾ ആ കാറിൽ വെച്ച് ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. അങ്ങനെ കാർ ഏത് തരത്തിലാണ് ഇപ്പോൾ ലോക്ക്ഡ് ആയത് എന്നുള്ള കാര്യം
അത് വ്യക്തമല്ല. പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. പക്ഷേ കാർ ഉടമ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കാറിനകത്ത് താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും അവ്യക്തമാണ്. അങ്ങനെ കുട്ടികൾ എന്തായാലും ഈ കാറിനുള്ളിൽ വെച്ച് തന്നെ ശ്വാസം മുട്ടിയാണ് മരിച്ചത്. നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അത് വിജയനഗര പോലീസ് കൃത്യമായതിലൊരു അന്വേഷണം നടത്തുന്നു എന്നുള്ള വിവരം അവർ വ്യക്തമാക്കുന്നുമുണ്ട്. ഏത് ഘട്ടത്തിലാണ് ഇവർ കാറിൽ കുടുങ്ങിപ്പോയത് എന്നുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. എന്തായാലും കുട്ടികളിൽ രണ്ടുപേരുടെ മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 8 വയസ്സും 6 വയസ്സുമുള്ള 4 കുഞ്ഞുങ്ങൾ അവരാണ് ഈ കാറിൽ ഇത്തരത്തിൽ കുടുങ്ങി മരിച്ചിരിക്കുന്നത്. അതിദാരുണമായ സംഭവം, സങ്കടകരമായ സംഭവമാണ് ഉന്മേഷ്. ആന്ധ്രയിലെ വിജയനഗരത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. കാറിൽ കുടുങ്ങിയ 4 കുട്ടികളാണ് ശ്വാസം മുട്ടി മരിച്ചത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകുകയായിരുന്നു.